ഇടുക്കിയിൽ മണ്ഡലകാല സീസണിൽ അയ്യപ്പ ഭക്തരെ തടഞ്ഞു നിർത്തി നിർബന്ധിച്ച് കടകളിലേക്ക് വിളിച്ചു കയറ്റുന്നതിൽ നടപടി ഘടിപ്പിച്ച പോലീസ് അപകടകരമായ രീതിയിൽ വാഹനം തടഞ്ഞു നിർത്തിയ കട ഉടമയ്ക്കും തൊഴിലാളിക്കുമെതിരെ കുമളി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, ഏത് കടകൾക്കാണ് ഇപ്പോൾ നടപടി വരുന്നത്? എന്തായിരുന്നു അവർ ചെയ്തത്? കൊല്ലം തേനി ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു സംഭവം എന്നതാണ് ഇതില് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ദേശീയപാതയിൽ ഈ കുമളി എന്ന് പറയുന്നത് അതിർത്തി പ്രദേശമാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ കർണാടക, തെലങ്കാന എന്നീ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എത്തുന്നത് കുമളി വഴിയാണ്. അങ്ങനെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വാഹനം തടഞ്ഞു നിർത്തി നിർബന്ധിതമായിട്ട് കച്ചവടം നടത്തുന്നതാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഈ കുമളിയിൽ പ്രത്യേകിച്ചും ഈ ചിപ്സ് കടകൾ ഒട്ടനവധിയാണ്. ഈ കടകളിലേക്ക്, ഉപ്പേരി കടകളിലേക്ക് ഈ കടന്നു പോകുന്ന അയ്യപ്പന്മാരുടെ വാഹനത്തിന് കുറുകെ ചാടി അവരുടെ വാഹനം അതത് കടകളിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സമീപനമാണ് ഈ ഉടമകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ കുമളി കൊളുത്തുപാലത്തെ ഒരു സ്വകാര്യ സ്പൈസസ് ഉടമയ്ക്കും ജീവനക്കാരനുമെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ നടു റോഡിൽ തടഞ്ഞു നിർത്തി നിർബന്ധിച്ച് കടകളിലേക്ക് കയറ്റുന്നു, അല്ലെങ്കിൽ അത് ഇത്തരത്തിൽ ഗതാഗത തടസ്സത്തിനും ഗതാഗത കുരുക്കിനും കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇവർക്കെതിരെ നടപടി കടുപ്പിച്ച് കേസിലേക്ക് പോയിരിക്കുന്നത്. ഇത്തരം പ്രവർത്തികൾ ഇനി കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തുടർന്ന് പരിശോധന നടത്തുകയും സ്ഥാപന ഉടമകൾക്കും ജീവനക്കാർക്കെതിരെയും കേസെടുക്കുമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ കുമളി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സാധനങ്ങൾ വാങ്ങണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അവരെ തടഞ്ഞു നിർത്തി അയ്യപ്പ ഭക്തരെ കടകളിലേക്ക് നിർബന്ധിച്ച് കയറ്റുന്ന സമീപനമാണ് ഇപ്പോൾ പോലീസ് തടയിട്ടിരിക്കുന്നത്.